ഇംഗ്ലണ്ടിലൊക്കെ ഈ കൽക്കരി ഖനികളിലേക്ക് ഈ കാനറി പക്ഷികളെ വിടുമായിരുന്നു അത്രേ. അവിടെ പ്രാണവായു ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പുറത്തു നിൽക്കുന്ന ഖനികളിലെ തൊഴിലാളികൾക്ക് ആ ഖനികളിൽ ഇറങ്ങാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ വലിയ ഖനികളിലേക്ക് പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാനറി പക്ഷികളെ പോലെയാണ്, പ്രാണവായുവിനെ പോലെയാണ്. അവിടെ കാനറി പക്ഷികൾ സ്വതന്ത്രമായി പറക്കുന്നത് പോലെ ആവണം ജനാധിപത്യത്തിൻ്റെ ഖനികളിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത്. എവിടെയാണോ ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് അവിടെ ജനാധിപത്യത്തിൻ്റെ പ്രാണവായു ഇല്ലാതാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, നമ്മുടെ മുമ്പിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് LK അദ്വാനി വിശേഷിപ്പിക്കുന്നത് പോലെ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിടിഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ അധികാരത്തിൻ്റെ പാതുകങ്ങൾ രുചിക്കുന്ന മാധ്യമങ്ങളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പലരും എന്നുള്ളതാണ് വാസ്തവം. ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ വഴിയും ക്രോസ് ഫണ്ടിങ് വഴി കൺഗ്ലോമറേറ്റുകളെ ഉണ്ടാക്കി മാധ്യമലോകത്തെ മുഴുവൻ സമഗ്രാധിപത്യത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്.